അതിന്റെ പുറകെ ഇതാ മോട്ടോർ സൈക്കിളിൽ ഒരാൾ വന്നോണ്ടിരിക്കുന്നു. ബൈക്കിലുള്ള ആള് വാനിന്റെ അകത്തേക്ക് എന്തോ എടുത്തെറിയുന്നു. എന്താ ഇത്? ഒരു പുക വരുന്നല്ലോ. പുകയുടെ ശല്യം കൊണ്ട് വാനിലുള്ള ഡ്രൈവർക്കും മറ്റുള്ളവർക്കും ആകെ വിഷമമാകുന്നു. ബൈക്കിൽ നിന്ന് ആളിറങ്ങി വാനിന്റെ പുറകെ വരുന്നു. ഡോർ തുറക്കുന്നു. അകത്തോട്ട് കയറി പണത്തിന്റെ വേഗമായി ഇതാ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. എന്ത്? ബാങ്കിന്റെ പണം മോഷ്ടിച്ചോണ്ട് പോയെന്നോ? എന്നിട്ട് നീ വെറുതെ നോക്കിയിരിക്കാണോ? ഞാനല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? നിനക്കറിയില്ല ശിവ, ഞാനൊരു വളരെ ചെറിയ കുട്ടിയല്ലേ. എന്നാ ശരി ചെറിയ കുട്ടി, എന്റെ പണി തുടങ്ങട്ടെ. ആ കള്ളനെ ഞാൻ എങ്ങനെയെങ്കിലും പിടികൂടും. രേബ, ലഡു സിംഗ് സാറിനെ വിവരം അറിയിക്ക്. ഓക്കേ ശിവ, ഞങ്ങൾ വന്നോളാം. മുത്തശ്ശൻ വരൂ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം. താങ്ക് യു ലഡ്ഡു സിംഗ്. മുത്തശ്ശ, ആരെ വിളിക്കാതാവ് നോക്കൂ. വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. ഹലോ ലഡു സിംഗ് സാർ, ബാങ്കിന്റെ പണമായി പോകുന്ന വണ്ടിയിൽ നിന്ന് കള്ളന്മാര് പണം മോഷ്ടിച്ചു. എന്താ? ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ സർ. അയാൾ ഡ്രൈവ് ചെയ്യുകയാണ്. ബാങ്കിന്റെ പണം കള്ളന്മാര് മോഷ്ടിച്ചു. നിന്റെ വോയിസ് ക്രാക്ക് ആകുന്നുണ്ടല്ലോ. എന്റെ ലഡു സിംഗ് സാറേ, ബാങ്കിന്റെ വാൻ. ഓഹോ, എനിക്ക് മനസ്സിലായി. നിങ്ങളിപ്പോ എവിടെയാണ്? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നോളാം. എന്താണ് എന്താണ്? ആ, അത് ശരി, എനിക്ക് മനസ്സിലായി. ഓക്കെ. വഴിന്ന് മാറി നിൽക്ക. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്തായാലും നിന്റെ പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കുട്ടി. ഇനി എന്റെ പേര് എന്താണെന്ന് അറിയണ്ട നിനക്ക്. ഐ ആം ജാക്ക്, ജാക്ക് ദ തീഫ്. നിന്റെ ഫൈറ്റ് എന്തായാലും കൊള്ളാം, പക്ഷേ ഈ ജാക്കിനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. അതിനിന്ന് വരെ ആരും ജനിച്ചിട്ടുമില്ല. പോയി വല്ല പണി നോക്ക്.
ലെഡി സിംഗ് സാറേ, വാനിൽ നിന്നും പണം മോഷ്ടിച്ച ആളുടെ അടയാളം കണ്ടുപിടിച്ചു. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വേഗം വരും. ഓക്കെ. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയണം, ജാക്ക് എന്ന തീഫ് ഞാൻ അല്ലെന്ന്. ഞാൻ സിദ്ധേശ്വറാണ്. ഞാൻ വാനിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ എന്താ വിശ്വസിക്കാത്തെ? കാരണം ഒരു കള്ളൻ എപ്പോഴും താൻ ചെയ്ത കുറ്റം സമ്മതിക്കില്ല. മനസ്സിലായ? ഈ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുവോ എന്റെ സാറേ? എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഇത് തന്നെയാണ് കള്ളൻ. ഇയാൾ മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ കള്ളനല്ല. ആണോ? ഞങ്ങളീ വീട് മുഴുവനൊന്ന് അന്വേഷിക്കട്ടെ. പോലീസുകാരെ ജോലിയിൽ നീ തലയിടാൻ നിക്കണ്ട, കേട്ടല്ലോ? മനസ്സിലായ? ഇവൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളെല്ലാം വെളിയിൽ പോയി വാതിലടച്ചേക്ക്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. വെരി ഗുഡ്. മോഷണം ചെയ്തുവല്ലേ പറയൂ, പറയൂ, പറഞ്ഞോളൂ. മോഷണം ചെയ്തുവോ പറയൂ. ഇത്തരത്തിലുള്ള മൃഗീയ ശിക്ഷ വേണ്ടായിരുന്നു. എന്നെ പെട്ടെന്ന് ജയിലിലേക്ക് കൊണ്ടുപോകൂ. എനിക്ക് പാട്ട് കേൾക്കണ്ട. ഞാൻ വരാൻ തയ്യാറാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഇന്ന് ഞാൻ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. എന്റെ വീട്ടിൽ മോഷണം പോയി. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണമെങ്കിൽ പേടാറാം സാറിനോട് ചോദിക്കുക. അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഓക്കെ ഓക്കെ, വന്നേ. ബാക്കി കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. നിനക്കൊരു കാര്യം അറിയോടി? അതെ, ഇയാള് വന്നിരുന്നു സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈന്റ് തരാൻ വേണ്ടി. ഇത് സംഭവിച്ചത് ഏകദേശം 10 മണിക്കായിരുന്നു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് സാറേ. ഇത് എങ്ങനെ സംഭവിക്കാനാണ്? ഇയാൾ സ്വയം വന്ന് വാനിൽ നിന്ന് പണം മോഷ്ടിക്കുന്നത് കൃത്യം 10 മണിക്ക് കണ്ടതാ. ശിവ, ഒരു പക്ഷേ നമ്മുടെ സ്റ്റേഷനിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിൽ, നമ്മുടെ കയ്യിലെ തെളിവ് കിട്ടിയിരുന്നുവെങ്കിൽ ഇവനൊക്കെ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കിയേനെ. അറിയോ സാറേ, ദാ ഉണ്ടല്ലോ CCTV ക്യാമറ. ഇന്നലെ പുതുതായിട്ട് കൊണ്ടുവന്ന് വെച്ചത്. സാറൊന്ന് അങ്ങോട്ട് നോക്കിയേ. യെസ് യെസ്, ഞാൻ അതങ്ങ് മറന്നുപോയി. ചെക്ക് ചെയ്യേ, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യേ. അപ്പൊ ശരി, 10 മണിയിലത്തെ റെക്കോർഡിംഗ് എന്താന്ന് നമുക്ക് നോക്കാം. എന്ത്, ഇപ്പോഴെങ്കിലും വിശ്വസിച്ചോ? ഞാൻ കള്ളനാണെന്നും പറഞ്ഞ് ഇനിയും നിങ്ങൾക്ക് എന്നെ വഴക്ക് പറയണോ? നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക കുട്ടി. നീ പറഞ്ഞ ആള് ഞാനല്ല. ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് മുഖം ശരിക്ക് കണ്ടു കാണില്ല നീ. സോറി സർ, ഐ ആം സോറി. ശിവ, ഈ സൈക്കിൾ എന്തിനാ നീ ഇത്രയധികം റിപ്പയർ ചെയ്യുന്നത്? കാരണം സൈക്കിൾ എപ്പോഴും നല്ല ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. അതായത് വീണ്ടും എനിക്ക് ആ മോട്ടോർ സൈക്കിൾക്കാരനെ പിന്തുടരാൻ വേണ്ടി. എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ ബൈക്ക് ഓടിക്കുന്നവൻ തന്നെ കള്ളനെന്ന്. അപ്പൊ അയാള് പറഞ്ഞത് നീ ശ്രദ്ധിച്ചായിരുന്നോ? ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് ആളുടെ മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല എന്നുള്ളത്. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ശരിക്കും മുഖം കാണാൻ പറ്റില്ലല്ലോ. അതെ അതെ, അവൻ തന്നെ കള്ളൻ. പിന്നെ എങ്ങനെ അവന് മനസ്സിലാവാനാ? ഹെൽമെറ്റ് ഇട്ടാൽ മുഖം കാണില്ല എന്ന്. കള്ളൻ ഹെൽമെറ്റ് ഇട്ടിരുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ കള്ളൻ ഒരേ സമയത്ത് 2 സ്ഥലത്ത് എങ്ങനെ ഉണ്ടാവാനാ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശിവ, ആഹാരം കഴിക്കേ. മുത്തശ്ശി വിളിക്കുന്നു. ശിവാൻ, നീ എവിടെയാണ്? എന്റെ തലയിൽ എന്താണ് വീണത്? ശിവ, ഞാനിത് എവിടെയാ വന്നു പെട്ടത്? ഞാൻ ഒരുപാട് താഴേക്ക് വന്നു പതിച്ചല്ലോ. ഞാൻ ഈ വീടിന്റെ താഴേക്ക് വന്നു പെട്ടല്ലോ.
അല്ല ഒരു കുഴപ്പമില്ല മുത്തശ്ശൻ ചുമരിൽ കയറിയെന്നേ ഉള്ളൂ. എനിക്ക് വയസ്സായതുകൊണ്ട് എന്നെ കളിയാക്കിയാണ്. ഞാൻ എന്താ മനുഷ്യനല്ലേ? എന്താ വല്ല പല്ലിയോ മാറ്റമാണോ? നമ്മളെല്ലാവരും മേൽക്കൂരയ്ക്ക് താഴെ പതിച്ചിരിക്കയാ. പക്ഷെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. അതിന്റെ ആവശ്യമില്ല മുത്തശ്ശ. കേറിയ പോലെ തന്നെ പതുക്കെ പുറകോട്ട് വരൂ. എന്ത് പുറകോട്ട് നടക്കാനോ? ശരി, അതും ഒന്ന് നോക്കിക്കളയാം. ആഹാ, ഞാൻ ശരിക്കും ചുമരിൽ കയറിയതാണല്ലേ. ഇനി മുതൽ ഞാൻ ഒരിക്കലും നിന്റെ വർക്ക്ഷോപ്പിൽ വരില്ല. എന്റെ എല്ലുകൾ ഒടിഞ്ഞു പോയിരുന്നെങ്കിലോ?